ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത് ചിരങ്ങ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിരങ്ങൻ്റെ കൂട്ടത്തിലാണ് കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡുമാണ് കേട്ടോ അതിനാവശ്യമുള്ളത്. അപ്പോൾ ചിരങ്ങ കറി വെച്ചാലൊന്നും ഇവിടെ ആരും കൂട്ടാത്ത കാരണം വലിയൊരു കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാതി വീട്ടിലേക്ക് ഉപ്പാക്ക് കൊടുത്ത് വെച്ചപ്പോൾ അതിൽ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടോ, എനിക്ക് പായസം ഉണ്ടാക്കാനാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ചിരങ്ങ മാത്രം ഇട്ടാൽ തികയാത്ത കാരണം ഞാൻ കുറച്ച് പച്ചരി ഒരു 1/4 കപ്പ് പച്ചരിയും കൂടി കഴുകി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിരങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലിട്ട് നല്ല 2-3 വിസിൽ അടുപ്പിക്കണം കേട്ടോ, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് 2-3 ഏലക്കായും ഒരു കഷ്ണം ചുക്ക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് നല്ലൊന്ന് വറുത്തെടുക്കും. അപ്പോൾ ഇത് 3ഉം കൂടെ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്ക ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചിരങ്ങ പായസം വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ചിരങ്ങ കൊണ്ടുള്ള പായസം കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ എന്താ വർഷാല കല്യാണ മണ്ഡപത്തിൽ കല്യാണം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് അങ്ങനെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഇത് കേട്ടിട്ടുള്ളത് കേട്ടോ. ചിരങ്ങ പായസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെന്നപ്പോഴേക്കും തീർന്നു എന്നൊക്കെ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് അറിയാനുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യമാണ് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇത് പാകത്തിനുള്ള മൂപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ ഒന്ന് നല്ല വറവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരിയൊക്കെ വന്നിട്ട് മേലെ കിടക്കുന്നുണ്ട്, ചിരങ്ങ അടിയിലോട്ടോ ചോറ് നല്ല വെന്തിട്ടുണ്ട്, ചിരങ്ങയും വെന്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇത് ശരിക്കും വന്നിട്ട് ചിരങ്ങ ആദ്യം വേവിക്കണമായിരുന്നു തോന്നുന്നുണ്ട്. ചിരങ്ങ അങ്ങനെ ഇത് ഉടക്കുമ്പോൾ ചോറ് മാത്രമല്ലേ ഉടഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ചിരങ്ങ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ചിരങ്ങ ആദ്യം ഒന്ന് വേവിച്ച് ചോറും തനിച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കുക്കറിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ആ നെയ്യിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് അരിപ്പ വെച്ച് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പിന്നെ എത്ര വെന്തതാണെങ്കിലും മധുരം തട്ടുമ്പോൾ ഒന്ന് ടൈറ്റാവും കേട്ടോ അരി ഇതൊക്കെ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉടച്ച് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലവർക്ക് പായസത്തിൽ ഉപ്പിടുന്നത് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും അങ്ങനെ ഒരു നുള്ളു ഉപ്പിട്ട് ശീലിച്ചത് കാരണം നമുക്ക് ഉപ്പില്ലാതെ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉപ്പിടാതെ പായസം ഉണ്ടാക്കുന്ന ആൾക്കാർ നമുക്ക് പായസമൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ല കേട്ടോ. ഉപ്പില്ലാത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ആണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ആണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ നമ്മൾ ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിള വരുന്നവരെ തീയൊന്ന് സിമ്മിലിട്ടിട്ട് വെക്കുക കേട്ടോ. നമുക്ക് വല്ലാതെ തിളക്കും വേണ്ട, എന്നാൽ തിളക്കും വേണം. അതുകൊണ്ട് നമുക്ക് തീയൊന്ന് സിമ്മിലിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഈ തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഈ പായസം ഉണ്ടാക്കുന്ന കാര്യം മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. തിന്ന് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. എന്താ വെച്ചാൽ തിന്നണതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് സംഭവം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ചിലപ്പം തിന്നാൻ കൂട്ടാക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ തിന്ന് കഴിഞ്ഞിട്ടുള്ളൂ പറയുക കേട്ടോ. അപ്പോൾ പായസമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിരങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കുമ്പളങ്ങ വെച്ചിട്ട് നമുക്കൊരു ഹലുവ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് ഇതേപോലെ തന്നെ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ തയ്ക്കാൻ വന്നിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കല്യാണത്തിന് ഇതേപോലെ തന്നെ കുമ്പളങ്ങയും കൊണ്ടുള്ള ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾക്കത് കിട്ടിയില്ല, തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ അതും അതേപോലെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.